നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 25-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ കുംഭമാസം 13-ാം തീയതിയാണ്. 1200-ാം ആണ്ട് കുംഭമാസം 13-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 6-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:40, അസ്തമയം വൈകുന്നേരം 6:30. ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:43 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ത്രയോദശി തിഥിയാണ് ആരംഭിക്കുക. ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 7 മണിക്കാണ്. അവസാനിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം 6:32. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലാണല്ലോ. അപ്പോൾ ആ ധനുക്കൂറിലെ സമയം പറഞ്ഞുതരാം. ഉത്രാടം കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് 7 മണി മുതൽ ചൊവ്വാഴ്ച 1 മണി AM എന്ന സമയം വരെ ആയിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ചൊവ്വാഴ്ച ആരംഭിക്കുന്ന സമയം 1 മണി എന്നുള്ള സമയത്താണ് ഉത്രാടം കാൽ നക്ഷത്ര സമയം അവസാനിക്കുന്നത്. അപ്പോൾ ഉത്രാട നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി. ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 8:11 മുതൽ ഉച്ചയ്ക്ക് 12:40 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 2:10 മുതൽ 3:40 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകും. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തേജ് വെച്ചാണല്ലോ. തീയതി എന്ന് പറയുന്നത് 25 ഒറ്റസംഖ്യ കേൾക്കുമ്പോൾ 7 വരും. പിന്നെ ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസം ഉത്രാട നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാർ പൂരാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം. ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പൂരാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം. ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലൊക്കെ അനുകൂലമായ ദിവസമാണ്. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.